സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭത്തിൽ നൂറുകണക്കിന് വീടുകൾ തകർന്നു. നഗരപ്രദേശവും വെള്ളത്തിനടിയിലായി. 19-ാം തീയതി വരെ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ആരംഭിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ നഗരത്തിലും തീരപ്രദേശത്തും മഴ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ചെറിയതുറ, വലിയതുറ എന്നിവിടങ്ങളിൽ കടലാക്രമണം ശക്തമായി തുടരുകയാണ്. ഇതിനോടകം നൂറുകണക്കിന് വീടുകളാണ് ഈ പ്രദേശത്ത് തകർന്നത്. ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളും കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഒഴുകുന്നു. ഞങ്ങൾ അവിടെ പോയി ജീവിക്കാം. ഞങ്ങൾക്ക് മത്സ്യബന്ധനമാണുള്ളത്. ഞങ്ങൾക്ക് വേറെ ഒരു ജീവിതമില്ല. പ്രദേശവാസികളോട് സ്ഥലത്തു നിന്നും ഒഴിഞ്ഞുപോകാനും ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂവാറും കടൽക്ഷോഭം രൂക്ഷമാണ്. വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് വലിയതുറയിലും പൂവാർ കരിങ്കുളത്തും നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ശക്തമായ മഴ 19-ാം തീയതി വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ശക്തമായ മഴയ്ക്ക് കാരണം. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് എന്നിവർ മഴയും നാശനഷ്ടവും വിലയിരുത്തി. ആവശ്യമുള്ള പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലത്ത് കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. 100ഓളം വീടുകളിൽ വെള്ളം കയറി. 2 വീടുകൾ തകർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കൊല്ലം ജില്ലാ ജയിലിന് സമീപത്തെ കച്ചേരിക്കുളത്തിന് ചുറ്റും താമസിക്കുന്ന പാവപ്പെട്ടവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇന്നലെ ആരംഭിച്ച മഴ ഇന്ന് രാവിലെ കനത്തതോടെ കുളത്തിലെ ജലനിരപ്പ് ഉയർന്നതും പുറത്തേക്ക് പോകേണ്ട ജലം ഒഴുകിപ്പോകാത്തതുമാണ് വെള്ളപ്പൊക്കത്തിനിടയാക്കിയത്. കക്കൂസിന്റെ ഓടയുടെയും വേസ്റ്റ് വെള്ളം എല്ലാം ഇതിനകത്താണ് വന്നു കയറുന്നത്. ഞങ്ങൾ ഈ വീടിനകത്ത് എന്തോ ചെയ്യണം? എന്തൊക്കെ അസുഖങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്? 10-15 വീടുകൾ ഈ കുളത്തിനകത്ത് തന്നെ 10-25 വീടുകളുണ്ട്. എല്ലാ വീട്ടിലും പെരയ്ക്കകത്ത് എല്ലാം വെള്ളം കയറി. എല്ലാം മനുഷ്യരുടെ ഇതിനകത്ത് കിടക്കുക. എല്ലാവരുടെ റൂമിനകത്ത് വെള്ളം കയറിയിരിക്കുക. എല്ലാ വർഷവും എല്ലാവരും വോട്ടിനൊക്കെ വരുന്നവരാ. അവർ വന്ന് പറയും ഞങ്ങൾ ശരിയാക്കി തരാം. ഈ കുളമെങ്കിലും വന്ന് വൃത്തിയാക്കി ശരിയാക്കി തന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിൽ കിടക്കേണ്ട കാര്യം വരത്തില്ലായിരുന്നു. ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ ഒരു കൊച്ചു കാറ്റ് വന്ന ഒരു പെരുമഴയായിട്ട് പെയ്തിട്ട് എല്ലാം കൂടെ ഇടിഞ്ഞു വീഴുക. കൊല്ലം നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്ന കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. അതേസമയം കൊല്ലം പള്ളിത്തോട്ടം QSS കോളനിയിലും സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും മലിനജലം കയറി. ഓടകൾ മാലിന്യം കൊണ്ട് അടഞ്ഞുകിടക്കുന്നതാണ് ഇവിടെയും പ്രദേശവാസികളെ വലച്ചത്. കനത്ത മഴയിൽ 3 വീടുകളും തകർന്നു. ആണ്ടാമുഖത്ത് പ്രിന്റിംഗ് പ്രസിനുള്ളിൽ വെള്ളം കയറി മെഷീനുകളും കമ്പ്യൂട്ടറുകളും നശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. നിരവധി വീടുകൾ തകർന്നു. ആലപ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ വിമാനത്താവള ഭൂമി കൈമാറ്റ മരംമുറി അഴിമതി കേസിൽ മുഖ്യമന്ത്രിക്കും കെ ബാബുവിനുമെതിരെ ത്വരിത പരിശോധനയ്ക്ക് നിർദ്ദേശം. തലശ്ശേരി വിജിലൻസ് കോടതിയുടേതാണ് നിർദ്ദേശം. VJ കുര്യൻ, ടോം ജോസ്, ജിജി തോംസൺ, ചന്ദ്രമൌലി എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട്. പ്രദേശവാസിയായ ജെയിംസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. വിമാനത്താവള ഭൂമി നിസ്സാര വിലയ്ക്ക് സിയാലിന് കൈമാറിയെന്നായിരുന്നു പരാതി. കേരളത്തിൽ LDF അധികാരത്തിലെത്തുമെന്ന് സീതാറാം യെച്ചൂരി. മുഖ്യമന്ത്രിയെ കൂട്ടായി തീരുമാനിക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. Exit polls are exit polls. They are not the actual polls. And we have seen in the past what the exit polls say. I think we are, as I said earlier and I maintain now, the next government in Kerala is going to be an LDF government. Who will lead it? Who will be the CM? That will tell you. Let the elections be over. CM candidate. We have told you earlier that we will tell you, we will sit down, decide what all the matters after the elections. And let the results be declared on 19th, we'll tell you. Will you going to be taken in Kerala or in Delhi? Comrade, will you go to Kerala on 20th? Let's see. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റെന്ന് VM സുധീരൻ. UDFന്റെ തുടർഭരണമുണ്ടാകുമെന്നും സുധീരൻ പറഞ്ഞു. തുടർച്ചയായി വന്ന ചില സർവേ റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് LDFും BJPയും ഒക്കെ വളരെ അമിതമായ ഒരാഹ്ലാദം പ്രകടിപ്പിക്കുന്നതായി കാണുന്നു. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ വോട്ടെണ്ണി കഴിയുന്നത് വരെയുള്ള താൽക്കാലിക
തൃപ്തിയടയൽ മാത്രമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി PK കുഞ്ഞാലിക്കുട്ടി. ഇത്തരം സർവേകൾക്ക് വിശ്വാസ്യതയില്ല. UDF നല്ല മുൻതൂക്കം ലഭിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. സർവേ ഫലം അത്രയേ ഉള്ളൂ. സർവേ ഫലം വെച്ചിട്ട് കാര്യങ്ങൾ ആരും തീരുമാനിക്കാറില്ല. അല്ല, UDF ഒടുവിലത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് UDF മുൻതൂക്കം ഉണ്ട്, UDF ജയിക്കും എന്നുള്ളത് തന്നെയാണ്. VS വോട്ട് ചെയ്തപ്പോൾ താൻ എത്തി നോക്കിയിട്ടില്ല എന്ന് J. സുധാകരൻ. തെരഞ്ഞെടുപ്പിൽ താൻ ചട്ടം ലംഘിച്ചിട്ടില്ല, മാധ്യമങ്ങൾ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും G. സുധാകരൻ പറഞ്ഞു. എന്റെ ഭാഗത്തേറ്റില്ല, ഞാൻ ചട്ടം ലംഘിച്ചിട്ടില്ല. പക്ഷേ ബോധപൂർവമാണ്. വേറെ പ്രശ്നം തിരിഞ്ഞ് ചെന്നിത്തലയ്ക്ക് വീഴാൻ പോവാ. ചെന്നിത്തലയുടെ പോലീസാണ് ആളെ കയറ്റിയത്. പോളിംഗ് സ്റ്റേഷനിൽ 300ഓളം ആൾ ഇടിച്ചു കയറി. 100 പേരെ നിൽക്കാൻ പറ്റുള്ളൂ, ബാക്കി വെളിയിൽ നിൽക്കുകയാണ്. മാധ്യമ 30 പേര് കയറി, ക്യാമറ കയറി. പോലീസല്ലേ അവിടെ കയറ്റാവുന്ന? VS ഭാര്യ മത്സ്യമൻ സിസ്റ്റർ, മകൻ അരുൺ അദ്ദേഹത്തിന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് കയറാമല്ലോ. ഞങ്ങൾ 5 പേരല്ലാതെ ബാക്കിയുള്ള എന്തിനു കയറ്റി? തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്ത VS അച്യുതാനന്ദൻ. സമ്മതിദാനാവകാശം കേരളീയർ ശരിയായ വിധത്തിൽ വിനിയോഗിച്ചു എന്ന സൂചന നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളതെന്നും VS തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. BJPയും UDFും വോട്ട് കച്ചവടം നടത്തിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് തുടക്കത്തിൽ താൻ പ്രഖ്യാപിച്ചതുപോലെ 100 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് LDF എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളതെന്നും VS ഫേസ്ബുക്കിൽ പറയുന്നു. തിരുവനന്തപുരം ജെറ്റ് സന്തോഷ് വധക്കേസിൽ 2 പ്രതികൾക്ക് വധശിക്ഷ, മറ്റ് 5 പ്രതികൾക്ക് ജീവപര്യന്തം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KP ഇന്ദിരയാണ് ശിക്ഷ വിധിച്ചത്. അനിൽകുമാർ, അജിത് കുമാർ എന്നിവർക്കാണ് കോടതി തൂക്കുകയർ നൽകിയത്. 2004 സെപ്റ്റംബർ 22-നാണ് ജെറ്റ് സന്തോഷ് കൊല്ലപ്പെട്ടത്. സന്തോഷിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി അവയവങ്ങൾ മുറിച്ചുമാറ്റിയാണ് കൊലപ്പെടുത്തിയത്. ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് കോടതി പറഞ്ഞു. അന്തിമ കണക്കുകൾ പ്രകാരം തെക്കൻ കേരളത്തിൽ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറവാണ്. തിരുവനന്തപുരത്ത് 72.53% പോളിംഗ്, കൊല്ലത്ത് 75.07%, പത്തനംതിട്ടയിൽ 71.66%, ആലപ്പുഴയിൽ 79.88% പോളിംഗ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ പ്രകാരം തെക്കൻ കേരളത്തിലെ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മറ്റ് 2 മേഖലകളെ അപേക്ഷിച്ച പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിൽ നിന്ന് ഇക്കുറി വർധനയുണ്ട്. 72.53% തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ്. കഴിഞ്ഞ തവണ ഇത് 68.3 ആയിരുന്നു. ആലപ്പുഴ ജില്ലയിൽ മികച്ച പോളിംഗ് ആണ്, 79.88%. പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. ആറന്മുളയിൽ 70.96%, തിരുവല്ലയിൽ 69.29%, അടൂരിൽ 74.52%, കോന്നിയിൽ 73.19%, റാന്നിയിൽ 70.38% പോളിംഗ്. കൊല്ലം ജില്ലയിൽ 75.07 പോളിംഗ് ശതമാനം. കൊല്ലത്തെ ചവറ, കൊല്ലം, പത്തനാപുരം എന്നിവിടങ്ങളിൽ ഇക്കുറി മികച്ച പോളിംഗ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട, അരുവിക്കര, പാറശാല മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം 75 കവിഞ്ഞിട്ടുണ്ട്. വാശിയേറെ പോരാട്ടം നടന്ന അരുവിക്കരയിൽ 75.76, നേമത്തിൽ 74.11% ഇത്തവണത്തെ പോളിംഗ്. വട്ടിയൂർക്കാവിലെ പോളിംഗ് ശതമാനം 69.83. ഫലപ്രഖ്യാപനത്തിന് ഒരു ദിവസം ശേഷിക്കെ പോളിംഗ് ശതമാനം കണക്കുകൂട്ടി മുന്നണികളും സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ അവസാനഘട്ട കണക്കുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യ കേരളത്തിലെ 5 ജില്ലകളിലെ ശരാശരി പോളിംഗ് ശതമാനം 76.8%. 79.39% പേർ വോട്ട് ചെയ്ത എറണാകുളം ജില്ലയാണ് മുന്നിൽ. 73.59% പേർ വോട്ട് രേഖപ്പെടുത്തിയ ഇടുക്കി ജില്ലയാണ് മധ്യകേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമുള്ള ജില്ല. എന്നാൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായി. മധ്യകേരളത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല എറണാകുളമാണ്. 79.39% പേർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി. 2011 77.63 ആയിരുന്നു ജില്ലയിലെ പോളിംഗ്. 85.36% പേർ വോട്ട് രേഖപ്പെടുത്തിയ കുന്നത്തുനാടാണ് എറണാകുളം ജില്ലയിൽ പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ. പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ജില്ലയിൽ ഇരു മുന്നണികളും പ്രതീക്ഷയോടെയാണ് കാണുന്നത്. 71.6% പേർ വോട്ട് ചെയ്ത 2006-ൽ എറണാകുളം ജില്ലയിൽ LDF 10 സീറ്റ് നേടിയിരുന്നു. എന്നാൽ പോളിംഗ് ശതമാനം വർദ്ധിച്ച 2011-ൽ UDFനായിരുന്നു വൻ നേട്ടം. ഈ കണക്കിലാണ് വലത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. ഇടുക്കിയിൽ 2011-നെ അപേക്ഷിച്ച് നേരിയ വർധനവ് മാത്രമാണ് ഇക്കുറി ഉണ്ടായത്. 71.13 ആയിരുന്നത് 72.18 വർദ്ധിച്ചു. അന്ന് 5-ൽ 3 സീറ്റും നേടി LDF മേൽക്കൈ കരസ്ഥമാക്കിയിരുന്നു.
കടുത്ത മത്സരം നടന്ന ഇടുക്കി നിയമസഭാ സീറ്റിൽ 76.35% പേർ വോട്ട് രേഖപ്പെടുത്തി. 76.37% പേരാണ് ആലപ്പുഴ ജില്ലയിൽ വോട്ട് ചെയ്തത്. 2011 ആലപ്പുഴയിലെ പോളിംഗ് ശതമാനം 79.1 ആയിരുന്നു. 86% പേർ വോട്ട് ചെയ്ത ചേർത്തലയാണ് ജില്ലയിൽ മുന്നിൽ. കടുത്ത ത്രികോണ മത്സരം നടന്നതായി പ്രചരിപ്പിക്കപ്പെട്ട കുട്ടനാട്ടിൽ പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാനം 71.14 ഒതുങ്ങി. കോട്ടയം ജില്ലയിൽ 77.42% പേരാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.79 ആയിരുന്നു പോളിംഗ് ശതമാനം. 80% പേർ വോട്ട് രേഖപ്പെടുത്തിയ വൈക്കമാണ് മുന്നിൽ. 68.4% പേർ വോട്ട് ചെയ്ത കടുത്തുരുത്തിയാണ് ഏറ്റവും പിന്നിൽ. തൃശൂർ ജില്ലയിൽ 77.73% പേരാണ് വോട്ട് ചെയ്തത്. 2011 74.9% ആയിരുന്നു തൃശൂർ ജില്ലയിലെ പോളിംഗ്. മധ്യ കേരളത്തിലെ ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും പോളിംഗ് ശതമാനത്തിൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വർധനയുണ്ടായതായി കാണാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലബാർ മേഖലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് ജില്ലയിൽ 81.89%, കണ്ണൂർ ജില്ലയിൽ 80.63% പോളിംഗും രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ കോഴിക്കോട് ജില്ലയടക്കം വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിലും റെക്കോർഡ് പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പാലക്കാട്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 1 മുതൽ 4% വരെ പോളിംഗിൽ വർധനവുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ 81.89% ഇത്തവണ പോളിംഗ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 80.46% ആയിരുന്നു. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 1.5 വർദ്ധിച്ച് 78.37% ഇക്കുറി പോൾ ചെയ്തത്. കണ്ണൂരിൽ ഇത്തവണ